ബൂത്ത് ഓഫീസേഴ്സ് ഉണ്ട്. നമുക്ക് ഏകദേശം എത്ര പേര് ഇനി ചെയ്യാനുണ്ട് വോട്ട് ചെയ്യാൻ? സാർ അതിന്റെ കണക്ക് നോക്കിയിട്ടില്ല, ജസ്റ്റ് ഇപ്പം നോക്കിയാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഏകദേശം ഒരു 300-350 പേര് കാണുന്നുണ്ട്. അത് ഈ പറയുന്ന 1 by 1 ആയിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് താമസമൊന്നും ഉണ്ടായിട്ടില്ല. ഡിലേ ഉണ്ടായിന്ന് അവർ പറയുന്നത്. ഡിലേ എന്ന് പറയുന്ന ഈ മിഷന്റെ ചെറിയൊരു ലാഗ് ചിലപ്പോൾ സംഭവിച്ചു കാണും. ബീപ്പ് സൗണ്ടിന് ഒരു ലാഗ്, ഒരു സെക്കൻഡിന്റെ. അതുകൊണ്ടാണ് വലിയ ക്യൂ ഉണ്ടാവാൻ കാരണം. കുറച്ച് ആളുകൾ പുറത്ത് നിർത്തേണ്ടി വരുന്ന സാഹചര്യം. ഇതിപ്പം ഉച്ച കഴിഞ്ഞതിന് ശേഷം ബൾക്കായിട്ടാണ് വോട്ടേഴ്സ് എല്ലാം ധാരാളം ഒന്നിച്ചാണ് വന്നത്. അതിനുശേഷം ഈ 1 by 1 ആയിട്ടും പിന്നെ 7 സെക്കൻഡിന്റെ ഒരു ടൈം ലിമിറ്റ് കാണിക്കുമല്ലോ, അതിന്റെ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. മറ്റ് മെഷീൻ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. മിഷൻ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ വോട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായും വോട്ട് ചെയ്യാൻ പറ്റും. ഇവർ പറയുന്നത് ഒരു ഡിലേ വന്നതുകൊണ്ട് ഈ ഗേറ്റ് 6 മണിക്ക് പൂട്ടി, അതിന് പുറത്ത് കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്. ഡിലേ മെഷീൻ ഡിലേ വന്നുകൊണ്ട് അവരെയും കൂടി അകത്ത് കയറ്റാൻ അനുവദിക്കണം എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. അതിന് അവർക്ക് തടസ്സമില്ലാത്ത രീതിയിൽ അനുവദിക്കാവുന്ന ഒരു പ്രിസൈഡിംഗ് ഓഫീസറോട് ചർച്ച നടന്നുകൊണ്ടിരിക്കും. അതിപ്പം കഴിയും. ഉള്ളവർക്ക് അകത്ത് വോട്ട് ചെയ്യാൻ സാധിക്കും. 2 പേർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. 2 പേർക്കും ടോക്കൺ കൊടുത്തുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ ആൾക്കും വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട്. പുറത്തുള്ളവരെ അനുവദിക്കുന്നതാണ് ചർച്ച നടക്കുന്നത്. അനുവദിച്ച് കിട്ടിയാൽ മതി. ഞങ്ങൾ അതാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് പുറത്തുള്ളവരെ ഈ 10-30 വോട്ടർമാർക്കും വോട്ട് ചെയ്താൽ മതി, വോട്ട് ചെയ്ത് കിട്ടിയാൽ മതി. ഞങ്ങളുടെ അപാകത കൊണ്ട് സംഭവിച്ചതല്ല, ഇവിടുത്തെ പ്രയാസം കൊണ്ടുണ്ടായതാണ്. തീർച്ചയായും ദിവിഷ, അങ്ങനെ ഇത് പരിഹരിക്കപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. കാരണം ഇവർ പറയുന്നത്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ വോട്ടിംഗ് ഡിലേ വന്നതുകൊണ്ട് പല ആളുകളും വോട്ട് ചെയ്യാൻ വന്ന അസുഖബാധിതരായ ആളുകൾക്ക് തിരിച്ചുപോയി. അവർ പിന്നീട് മടങ്ങി രണ്ടാമത് വോട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് ഇങ്ങനെ 6 മണിക്ക് അതിൻ്റെ കൃത്യസമയത്ത് തന്നെ പോലീസ് ഗേറ്റ് പൂട്ടി ആളുകളെ, വോട്ട് ചെയ്ത ആളുകളൊക്കെ ഇവിടുന്ന് കോമ്പൗണ്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു ഡിലേ വന്ന സാഹചര്യത്തിൽ വീണ്ടും കുറച്ചുകൂടി 6 മണി എന്നുള്ളത് അനുവദിക്കണമെന്നാണ്, കുറച്ച് സമയം നീട്ടി നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം പരിഗണിക്കാമെന്നാണ് ഇപ്പോൾ. ഇതിൻ്റെ ഒരു പ്രശ്നം ചിലയിടങ്ങളിൽ ഇപ്പോൾ 1:30 വന്ന് നിന്ന് കാത്തു നിൽക്കുന്നവരുണ്ട്. ചിലയിടങ്ങളിൽ ഉച്ചയ്ക്ക് സമയത്ത് ഒരു 12 മണി മുതൽ 2-3 മണി വരെയൊക്കെ കാര്യമായിട്ട് ആളുകളില്ലാതെ 3 മണി കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ബൾക്കായിട്ട് ഇങ്ങനെ വന്നതും തീർച്ചയായും ഇതിപ്പോൾ അദ്ദേഹം ഉദ്യോഗസ്ഥന്റെ പ്രതികരണമാണ്. ഒരു 7 സെക്കൻഡ് ആ ബീപ്പ് ശബ്ദം കേൾക്കാൻ അത് ചിലയിടത്തൊരു ഡിലേ വരും. ഉള്ളതുകൊണ്ട് പ്രിന്റ് വരേണ്ട ഒരു സമയമുണ്ട്. അല്ലാതെ വേറെ ഡിലേ അവിടെ ഇല്ല എന്നാണ്. പക്ഷെ നമുക്കിപ്പോൾ നമ്മുടെ പൊതുവെ രീതിയുള്ളൂ, നമ്മളൊരു കാര്യത്തിന് പോയാൽ പെട്ടെന്ന് വോട്ട് ചെയ്ത് പോരണം എന്നാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണ ഈ പ്രശ്നമാണ്. ഇവിടെ ചിലടത്ത് കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നത്. 2-3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അതെ, പ്രത്യേകിച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെയുള്ള മനുഷ്യന്മാരുണ്ടാവും, വയസ്സായ ആളുകളുണ്ടാവും, അസുഖങ്ങളുള്ളവരുണ്ടാവും. അവരൊക്കെ അവർക്ക് എല്ലാ ക്യൂ നിൽക്കാതെ പെട്ടെന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ തർക്കങ്ങൾ, ഇത് മൊത്തത്തിൽ ഒരു സിനിമാറ്റിക് രീതിയിൽ ഇലക്ഷൻ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അതിന്റെ ഒരു ടെൻഷനും. ഈ ഉദ്വേഗം മാത്രം പെട്ടെന്ന് അവസാനിക്കില്ല. ഇപ്പൊ 6:37 സമയം. വോട്ടിംഗ് സമയം കഴിഞ്ഞ് 37 മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് നമ്മൾ ഈ ക്യൂവിനെ പറ്റിയൊക്കെ പറയുന്നത്. ഇനിയും 40 അല്ലെങ്കിൽ 100, 150 ഒക്കെ വീതമുണ്ട്. എനിക്കൊന്ന് 8 മണിക്കും തീരുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും വലിയൊരു വോട്ടർ ടേൺ ഔട്ട്, വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഏതാണ്ട് സംശയമൊന്നുമില്ല. അത് ഉറപ്പാണ്. നമുക്കത് എത്രത്തോളം പോകുമെന്നാണ് അറിയാനുള്ളത്.